ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോർണിംഗ് ഫേസ് കെയർ റുട്ടീൻ ഒന്ന് ചെയ്യുമെന്ന്. ഞാൻ അത്രയ്ക്ക് ഒരു പ്രോ ലെവൽ എത്തിയിട്ടില്ല ഫേസ് കെയർ റുട്ടീൻ ചെയ്യാനായിട്ടൊന്നും. എന്നാലും ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെറിയ രീതിയിലൊരു റുട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുവരെ ഒരു ഫേസ് കെയർ റുട്ടീനും സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോട്ടോ. കാരണം നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഗുണം എന്തായാലും ഫേസിലുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ കാലത്ത് എനിക്ക് വരുമ്പോൾ ഞാൻ ആദ്യം തന്നെ പോയിട്ട് ആദ്യം ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വരും. ഞാൻ മുഖമൊക്കെ ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഓയിലാണ്, ഇതൊരു ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഓയിലാട്ടോ. ഇത് എൻ്റെ ഒരു ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. സത്യം പറഞ്ഞാൽ കുറച്ച് നാളായി വാങ്ങിച്ചിട്ട് ഞാനങ്ങനെ കണ്ടിന്യൂസ് ഒന്നും ട്രൈ ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ തേക്കുമ്പോഴേക്കും റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. തേച്ചാണ് ഇതിൻ്റെ റിസൾട്ട് ആയുർവേദിക് ആയതുകൊണ്ട് നമുക്കങ്ങനെ മുഖത്തിൻ്റെ ദോഷമൊന്നുമില്ല. എന്തൊക്കെയോ മുഖത്തിന് നല്ലതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയാണ് ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു ഇത്തിരി എടുക്കാം, എന്നിട്ട് കൈ രണ്ടായിട്ടും നന്നായിട്ടിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. പുരികത്തുമ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് ചെറിയ രീതിയിൽ മസാജ് കൊടുക്കാം. ശരിക്കും തേക്കുമ്പോൾ നമ്മൾ കഴുത്തടക്കം തേക്കണം കേട്ടോ. ഇനി ചെറിയ രീതിയിൽ ഒരു മസാജ് കൊടുക്കുക, ചെറിയ രീതിയിൽ മാത്രം കേട്ടോ. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്തു കേട്ടോ. ഞാൻ ആക്ച്വലി ഇതൊരു ഒറ്റ സ്ട്രെച്ചിലൊന്നും ചെയ്യണ സംഭവമല്ല. ഞാൻ ചിലപ്പോൾ മുഖത്ത് ഇങ്ങനെ പറ്റിയിട്ട് ഞാൻ ചായ വയ്ക്കാൻ പോകും, ചിലപ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് വരും. അപ്പോൾ ഇത് ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഈ മുഴുവൻ സ്റ്റെപ്പുകളൊന്നും ചെയ്ത് പോകില്ല. ഞാൻ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒറ്റ സ്ട്രെച്ചിലുള്ള സമയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിങ്ങനെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം അതിൻ്റെ ഇടയിൽ ഫോൺ ചെയ്യാന്നുള്ളൂ. ആക്ച്വലി ഞാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ പണി ചെയ്യാൻ പോകും. ഇനി ഞാൻ ചെയ്യണമെന്ന് കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കോമഡി ആയിട്ട് തോന്നും, പക്ഷേ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവം കേട്ടോ. വേണമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ചെയ്യാം. ഇനി നിങ്ങൾക്ക് കുറച്ച് നേരം മുഖത്ത് ഇങ്ങനെ എണ്ണ വെച്ചിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തിരിക്കാം, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്താൽ മതി. ഞാനൊരു കുറച്ച് നേരമൊക്കെ എന്തെങ്കിലും കഴിഞ്ഞിട്ടാണ് മുഖത്ത് എണ്ണ കുറച്ച് നേരം വെച്ചിട്ടാണ് ഞാൻ ഈ ബാക്കി കാര്യങ്ങളൊക്കെ പോകാം. നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. നമുക്കിപ്പോൾ കാലത്തൊക്കെ കുറേ സമയമുള്ളവരാണെങ്കിൽ നമുക്ക് മസാജും കാര്യങ്ങളൊക്കെ കുറച്ചധികം നേരം ഇങ്ങനെ പതുക്കെയൊക്കെ ചെയ്തിരുന്നാൽ മതി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കാലത്ത് നല്ല തിരക്ക് പിടിച്ച സമയമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പകുതി വെച്ചിട്ടൊക്കെ ചെയ്യാം. ചിലപ്പോൾ മുഖത്തിങ്ങനെ ഓയിലൊക്കെ തേച്ചിട്ട് ഞാൻ പോയിട്ട് എൻ്റെ ബാക്കി പണികൾ എടുക്കും. ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ വന്നിട്ട് മസാജ് ചെയ്യും. അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്, ബെറ്റർ. ഞാൻ എൻ്റെ ഒരു സമയത്തിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. അതിൻ്റെ ഇടയിൽ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യാം കേട്ടോ. ഈ ഫേസ് കെയർ റുട്ടീനൊക്കെ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചോളൂ. നല്ലതാണ് നമുക്ക്. പിന്നെ നമുക്കൊരു കുറ്റബോധം ഉണ്ടാവരുത്, അയ്യോ ഞാനന്ന് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറ്റബോധം ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ കുറച്ച് നേരമായി നമ്മൾ ഇങ്ങനെ എണ്ണയൊക്കെ ഇട്ട് വെച്ചിട്ട് ഇനി നമുക്കൊന്ന് ഫേസ് വാഷ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യണത്, ഫേസ് വാഷിന് ബബിളൊക്കെ വരുന്നത്, ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്ത് തന്ന ഒരു ഫേസ് വാഷാട്ടോ. ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്യണಕ್ಕೆ മുമ്പ് മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം നനയ്ക്കും. അപ്പോൾ ഫേസൊക്കെ ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ഇട്ടൊക്കെ കഴുകിക്കളഞ്ഞു. ഇത് ആക്ച്വലി ഒരു 15 മിനിറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ ചെയ്യണ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്യണ പോലെ തന്നെ ചെയ്യണമെന്നില്ല. ഐസ് വെള്ളത്തിൽ നന്നായിട്ട് മുഖം ഒന്ന് കഴുകുക, അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ചിലപ്പോൾ ഞാനൊരു പാത്രത്തിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് മുഖം നന്നായിട്ട് ഇങ്ങനെ മുക്കി വയ്ക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഐസും കെട്ടിട്ട് മുഖത്തൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ നല്ല ഐസും കെട്ട നല്ല പിടിക്കാൻ പാകത്തിനാവാൻ വേണ്ടിയിട്ട് ഉണ്ട് ഐസ് ട്രേ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അതിലാണ് ഞാനിങ്ങനെ ഇട്ട് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സുഖമായിട്ട്, നമ്മുടെ കൈയധികം തണുക്കില്ല, നമുക്ക് സുഖമായിട്ട് മസാജ് ചെയ്യാനും പറ്റും. നമ്മുടെ മുഖമൊന്നും പോരില്ല അങ്ങനെ. അതിന് മാത്രം നല്ല ക്ലീനാണ് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇട്ടാണ് ഇരിക്കുന്നത്.
ഒന്ന് മസാജ് ചെയ്യുക. ഞാനിത് ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഐസ് ക്യൂബ്സ് വെള്ളത്തിലിട്ടിട്ട് മുഖം അതിൽ മുക്കി വയ്ക്കാറും ചെയ്യാറുണ്ട്. രണ്ടാണെങ്കിലും അടിപൊളിയാണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഫേസിലാണെങ്കിലും അന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരിക്കും, പെട്ടെന്ന് നല്ല എനർജറ്റിക് ആയ പോലെ നമുക്ക് തോന്നും. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തേക്കോട്ടെ. നമ്മൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും കാലത്ത് എനിക്ക് വരുമ്പോൾ ഒന്നല്ലെങ്കിൽ ഐസ് വെള്ളത്തിൽ മുഖം മുക്കി വയ്ക്കുക, അല്ലെങ്കിൽ ഐസ് വെള്ളം കൊണ്ട് മുഖം കഴുകുകയോ, അല്ലെങ്കിൽ ഇതുപോലെ ഐസ് മസാജൊക്കെ ചെയ്യുകയാണെങ്കിൽ റസ്മി അടിപൊളിയായിരിക്കും. നല്ലൊരു അടിപൊളി വൈബ് കിട്ടും. അപ്പോൾ നമുക്ക് ഇനിയൊരു മസാജ് ചെയ്ത് കൊടുക്കാം. എനിക്ക് നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ട്. ഞാൻ അടുക്ക മുഖത്തെ രക്തോട്ടൊക്കെ നന്നായിട്ട് കൂടും. ഓവറായിട്ടൊന്നും വെക്കരുത്, നമുക്ക് തലവേദന വരും. അപ്പോൾ എടുത്തെടുത്ത് ഞാൻ അങ്ങനെ വെച്ചോണ്ടിരിക്കുക. എപ്പോഴും അപ്പത്തിൽ തന്നെ ഫുള്ള് ഐസ് തീരുന്നൊന്നും വെക്കരുത്, അപ്പോൾ തലവേദന ഭയങ്കരമായിട്ട് വരും. ഞാനിപ്പോൾ ഇത്തിരി നമ്മൾ എടുത്തെടുത്ത് വെച്ചോണ്ട് ഇരിക്കാം. നല്ല സുഖ. നമ്മുടെ മീത്തൊക്കെ വെള്ളം കൂട്ടാം. ഇത് സമയം കിട്ടുമ്പോൾ മാത്രം ചെയ്താൽ മതി. വീടിന് പുറത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്, കാരണം അങ്ങനെ വെള്ളം അങ്ങനെ ഇറ്റിറ്റ് വീഴും. നമുക്ക് വേറെ പണിയാവും കാലത്ത് തന്നെ. ഞാൻ പുറത്തേക്ക് തട്ട ചെയ്യാറ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കണം, കാരണം അകത്ത് വന്നിരുന്ന് ചെയ്യണമെന്നുള്ളൂ. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കാരണം എൻ്റെ കൈക്ക് അങ്ങനെ അത്രയും തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ് പിടിക്കുമ്പോൾ നമ്മുടെ കൈയടക്കം തിരിക്കും. അപ്പോൾ നമുക്ക് മര്യാദയ്ക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ എനിക്ക് ചിലപ്പോൾ എല്ലാം ചെയ്യാനായിട്ടൊന്നും സമയം കിട്ടില്ലെങ്കിലും ഒരു കുറച്ച് ഐസ് ക്യൂബ് വെള്ളത്തിലിട്ടിട്ട് മുഖം കുറച്ച് അങ്ങനെ മുക്കി വെച്ചെടുക്കാറുണ്ട്. അത് നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. കുറച്ചാൾ മുമ്പൊക്കെ വരെ ഈ ഒരു സംഭവം ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, ഐസ് വെള്ളത്തിൽ മുഖം മുക്കി വയ്ക്കുന്ന സംഭവങ്ങളൊക്കെ. അപ്പോഴും ഞാൻ ട്രൈ ചെയ്തില്ല. ഞാനിപ്പോൾ എടുത്താണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. പക്ഷേ സംഭവം അടിപൊളിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. ഐസ് അപ്പം നമ്മുടെ യെസ്, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. ഇനി ജസ്റ്റ് ഇതിന് മോയ്സ്ചറൈസർ തേക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനേക്കാൾ മുമ്പ് ഞാൻ ആദ്യം തന്നെ അലോവേര ജെൽ ആട്ട തേക്കാറ്. ഇത്തിരി ഫേസിൽ തേക്കും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണില്ല, പ്രസ് ചെയ്യുമ്പോൾ കിട്ടാത്ത കാരണം ഞാനിങ്ങനെ തുറന്നിട്ട് എടുക്കും, തുറന്നിട്ട് എടുക്കും. ഈ അലോവേര ജെല്ലും നല്ല തേക്കുമ്പോൾ തന്നെ നല്ല കൂളാട്ടോ മുഖത്ത്, നല്ലൊരു തണുപ്പ് കിട്ടും. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോയ്സ്ചറൈസർ. നമ്മുടെ മുഖത്ത് ഇങ്ങനത്തെ എന്ത് സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ തേക്കണം. ഇത് മൈഡ്യൂൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് ഡോക്ടർ പ്രിഫർ ചെയ്തെന്ന ഒരു മോയ്സ്ചറൈസറാണ് ടാനും കാര്യങ്ങളൊക്കെ പോകാനായിട്ട്. സോ ഞാനതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മോർണിംഗ് കെയർ റുട്ടീൻ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഫോളോ ചെയ്യാൻ ടൈമില്ലാത്തൊരു മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഫസ്റ്റ് തന്നെ മുഖത്ത് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. അതിനുശേഷം ഐസ് കൊണ്ടൊരു മസാജ് കൊടുക്കുക, അല്ലെങ്കിൽ ഐസ് വാട്ടറിൽ മുഖം മുക്കി വയ്ക്കുക. കുറച്ച് നേരം ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടിരിക്കുക. ഈ രണ്ട് സംഭവങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ സമയം എപ്പോഴെങ്കിലും ഉള്ള ദിവസങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ എനിക്കായാലും എല്ലാ ദിവസവും ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോകാൻ പറ്റാറില്ല. എനിക്ക് സമയത്തിൻ്റെ പരിമിതി ഉള്ളപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് ഉണ്ടെങ്കിലും പറ്റാറില്ല. ഇനി ഉണ്ടെങ്കിലും ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനെ ജസ്റ്റ് 2 സ്റ്റെപ്പായിട്ട് ചുരുക്കും. ഒന്ന് ഫേസ് വാഷ്, പിന്നെ ഒന്ന് ഐസിൽ മുഖം ഡിപ്പ് ചെയ്യുന്ന സംഭവം. ഈ 2 സംഭവങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ സമയമുള്ള സമയത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോളൂ. ആണെങ്കിൽ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. ബൈ.